ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് ഭാരതം എന്ന് പറയാലോ? ആ, ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ. അല്ല, അങ്ങനെയും പറയാം. വന്ദേ മാരതോ മാതരോന്നും പറയാം, ഭാരതമെന്നും പറയാം. എന്തോ അപ്പം റിപ്പബ്ലിക് ഡേ ആണോ? ആ, 26. സോറി കേട്ടോ. അതിനെ കുറിച്ച് എന്താണ് രണ്ടു വാക്ക്? സ്വാതന്ത്ര്യമല്ലേ? അതെ, റിപ്പബ്ലിക് ഡേ അല്ലേ? അയ്യോ, നമ്മള് ഇന്ത്യയിലെ ഓരോ ഇത് പിന്നെ എന്താ റിപ്പബ്ലിക് ഡേ? അയ്യോ, ഒരു മിനിറ്റ്. റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ അതെങ്ങനെയാണ്? കല്യാണം കഴിച്ചാൽ സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാകുന്നത്? സുധിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന, സുധിച്ചേട്ടനെ അംഗീകരിക്കുന്ന ഒരാൾ. പിന്നെ അത് ഞാൻ എന്നേ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു എന്താ പറയാ, നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? ഗോസിപ്പ് അല്ലേ? നമുക്ക് നോക്കാം, അത് ഉണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ? നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ആ, മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റി. രണ്ടാമതല്ല, മൂന്നാമതല്ല. മൂന്നാമതാണെങ്കിലും ഈ രേണു സുധി എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ അങ്ങനെ വിവാഹം കഴിച്ചാൽ? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയവും രേണു സുധി തന്നെയാണ്. രേണു സുധിയുടെ പേരിൽ ഒരു പുതിയ കേസ് കൂടി വന്നിട്ടുണ്ട്. രേണു സുധിക്കെതിരെ ഒരു വ്യക്തി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയി ബന്ധപ്പെട്ടിട്ട് രേണു സുധിയോട് ഒരു മീഡിയയിലുള്ള ഒരാൾ ചോദിച്ചപ്പോൾ രേണു സുധി പറഞ്ഞൊരു പൊട്ടത്തരം, ആ പൊട്ടത്തരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടത്. നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം അറിയണമെന്നില്ല. പല കാര്യങ്ങളും നമുക്ക് അറിയുന്നതായിരിക്കാം, എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്തതും ആയിരിക്കാം. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു തെറ്റൊന്നുമല്ല. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിയായിരിക്കും, പല കാര്യങ്ങളും അറിയാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല. ഇവിടെ രേണു സുധിക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം ആ വീഡിയോൻ്റെ അകത്ത് അതുകൊണ്ടാണ് ആ പൊട്ടത്തരം പറഞ്ഞത്. ആ ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല. എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും എല്ലാ കാര്യവും അറിയണമെന്നില്ല. ഇനി ഞാൻ സെലിബ്രിറ്റിയാണ്, ആ ചോദ്യം എനിക്ക് അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് വെച്ചിട്ടാണോ രേണു അതുപോലത്തെ പൊട്ടത്തരം പറഞ്ഞത് എന്നും അറിയില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. പല കാര്യങ്ങളും അറിയായിരിക്കും, പല കാര്യങ്ങളും അറിയാതെ ഇരിക്കാം. അതുകൊണ്ട് രേണു സുധി പറഞ്ഞ ഈ പൊട്ടത്തരം ഇപ്പോൾ രേണു സുധിക്ക് തന്നെ വിനയായിട്ടുണ്ട്. രേണു സുധിക്കെതിരെ ഒരു വ്യക്തി പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം രേണു സുധി പറഞ്ഞ പൊട്ടത്തരം ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് ഭാരതം എന്ന് പറയാലോ? ആ, ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ. അല്ല, അങ്ങനെയും പറയാം. വന്ദേ മാതരോന്നും പറയാം, ഭാരതമെന്നും പറയാം. എന്തോ വന്ദേ ഭാരത്, അതെ. എന്നാലും പറയാം, ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അല്ലേ, അങ്ങനെയും പറയാം. ഓക്കെ, എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധമോ അല്ലെങ്കിൽ പൊട്ടത്തരോ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ അത് പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റിപ്പോയി, അത് തെറ്റി, സോറി എന്ന് പറയാന്നുള്ളത് എല്ലാവരും ഒരു മര്യാദയാണ്. ഇവിടെ രേണു സുധിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ രേണുവിനോട് ആ മീഡിയയിലുള്ള അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വന്ദേ മാതരം എന്നാണ് പറയേണ്ടത്, വന്ദേ ഭാരതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേണു സുധി അതെനിക്ക് തെറ്റി പറ്റിപ്പോയി, ആ വന്ദേ മാതരല്ലേ, വന്ദേ ഭാരത് ട്രെയിനും കാര്യമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് മാറായിരുന്നു. അല്ലെങ്കിൽ അത് അവിടെ സ്കിപ്പ് ചെയ്യായിരുന്നു. രേണു സുധി അങ്ങനെ പറയാം, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയും പോലെയാണ് ഈ വീഡിയോയിലൂടെ തോന്നിയത്. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. പക്ഷേങ്കിൽ അത് നമ്മുടെ തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കുന്നതും അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. രേണു ചെയ്തൊരു പൊട്ടത്തരത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു വ്യക്തി രേണുവിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പരാതി എന്താണെന്ന് ആദ്യം ഒന്ന് കേൾക്കാം. ആ വ്യക്തിക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അനുബന്ധിച്ച് രേണു നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വന്ദേ മാതരത്തെ വികരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്. അന്ന് അതിനെ തിരുത്തി ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ അത് അംഗീകരിക്കാൻ, തന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഇതേക്കുള്ള ചൊറിച്ചിൽ കമന്റുകൾ വന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ എന്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു, ഒന്ന് കേരള DGPക്ക്. ഈ 2 പരാതികളിലും ഞാൻ വ്യക്തമായിട്ട് ആ ബൈറ്റുകളുടെ ലിങ്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട്, രേണു സുധീനെ ഒരു മാധ്യമ പ്രവർത്തകൻ തിരുത്തുന്നുണ്ട്. അത് വന്ദേ മാതരമാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ
ആ തെറ്റി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അതുകൂടാതെ വന്ദേ മാതരത്തെ വീണ്ടും വികലമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ്, അതായത് അവരെന്താണോ വികലമാക്കി പറഞ്ഞത് അത് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പരാതി എത്തിയിരിക്കുന്നത്. അതെന്തായാലും ഞാൻ എൻ്റെ നാവുകൊണ്ട് പറയത്തില്ല, കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന്റെ ഓരോ സിമ്പിൾസിനെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പരാതിയുമായിട്ട് രംഗത്ത് പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ വ്യക്തി പരാതി കൊടുത്തു എന്ന് പറയേണ്ടത് ഇതിനെതിരെ എന്താവും, എങ്ങനെയാവും ആക്ഷൻ എടുക്കുക എന്നുള്ളതൊന്നും അറിയില്ല. ചിലപ്പോൾ വലിയ ശിക്ഷയോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് ഇതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. ആ വ്യക്തി പരാതി കൊടുത്തു എന്ന് ആ വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ത് തന്നെയാലും നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ സ്പോട്ടിൽ തിരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. രേണുവിനെ അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നങ്ങ് പറഞ്ഞാൽ തീർന്നു. ഇത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. റിപ്പബ്ലിക് ഡേ ആയ അന്ന് തന്നെയാണ് രേണു ഈ പൊട്ടത്തരം അവിടെ പറഞ്ഞത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു തവണ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ നാക്കുളുക്കിയിട്ടൊക്കെ ആയിട്ടും നമുക്കങ്ങനെ തെറ്റ് പറ്റാം. വീണ്ടും നമുക്കതൊരാൾ അത് തെറ്റാണ്, ഇതാണ് ശരിയെന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. ഇനി സെലിബ്രിറ്റി ആയാലും ആരായാലും തെറ്റുപറ്റാത്ത മനുഷ്യരായിട്ട് ആരുമില്ല. അപ്പോൾ ആ തെറ്റ് പറ്റിയാൽ നമ്മളത് അംഗീകരിക്കുക, ആ തെറ്റ് തിരുത്തുക എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയില്ല. രേണു അവിടെ ചെയ്തത് അത് തന്നെയാണ്. രേണുവിന് തെറ്റുപറ്റി, അപ്പോൾ രേണു പറയണോ എനിക്ക് തെറ്റുപറ്റിപ്പോൾ എനിക്ക് അതെന്താണെന്ന് അറിയില്ല, അത് പറഞ്ഞു തന്നുകൊണ്ട് താങ്ക് യു, അല്ലെങ്കിൽ അത് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറ്റിപ്പോയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് തന്നെ പറയാം. അല്ലാതെ അവിടെ കിടന്നിട്ട് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയും പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. രേണുവിന് തെറ്റ് പറ്റിപ്പോയി. മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല, അത് അറിയാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി. അല്ലാതെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുന്ന കാര്യമില്ല. പിന്നെ രേണു തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങളായാലും പറയുന്നത്. രേണുവിൻ്റെ വീഡിയോൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ രേണുവിൻ്റെ വിവാഹത്തെക്കുറിച്ചിട്ടും ഒക്കെ എടുത്ത് ചോദിക്കുമ്പോൾ രേണു തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. രേണു വിവാഹം കഴിക്കുന്നോ കഴിക്കാതിരിക്കുന്നോ അതൊക്കെ രേണുവിൻ്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ രേണു പറയുന്ന ഓരോ ബൈറ്റ് അനുസരിച്ചിട്ടും അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്. രേണുവിന് വിവാഹം ചെയ്തോ ചെയ്യാതിരിക്കുന്നോ അതൊക്കെ രേണുവിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ 90% ഒരു മുസ്ലിം ആവാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ രേണുവിൻ്റെ ഇഷ്ടമാണ്, ആര് വിവാഹം കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയ അന്ന് ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ പൊട്ടത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മളിത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്കറിയില്ല, അല്ലെങ്കിൽ ആ ചോദ്യം അവിടെ സ്കിപ്പ് ചെയ്യാനായിരുന്നു. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അത് അറിയില്ല എന്ന് പറഞ്ഞ് ഒരു കളിയാക്കാനും പോകുന്നില്ല. രേണു തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു സെലിബ്രിറ്റി എന്നുള്ള പദവിയിലാണ്. അപ്പോൾ പിന്നെ പല നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ രേണു സുധിയുടെ വായിൽ നിന്ന് വരുന്ന ഈ പൊട്ടത്തരം കാരണമാണ് ഇപ്പോൾ ഇതെല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. രേണു സുധി മാനേജർ വയ്ക്കുന്നതോ രേണു സുധിയുടെ സാലറി കൂട്ടുന്നതോ അതൊക്കെ രേണു സുധിയുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് രേണു സുധി പറഞ്ഞൊരു പൊട്ടത്തരം ആയതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഒരു വ്യക്തി അതിനെതിരെ പരാതി കൊടുത്തു. അപ്പോൾ അതെല്ലാവരും പറയും രേണുസുധിയുടെ വായിൽ നിന്ന് വന്ന പൊട്ടത്തരം തന്നെയാണ്. അപ്പോൾ അത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിനൊക്കെ ഇനിയിപ്പോൾ രേണുസുധി അതുമായിട്ട് വീഡിയോ ചെയ്യുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേങ്കിൽ രേണു ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ സെലിബ്രിറ്റി പദവിയിൽ നിൽക്കുന്ന രേണു ഇതുപോലെ പൊട്ടത്തരം വിളിച്ചു പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ രേണുവിനാണ് നല്ലത്.